ഹായ്, ഇപ്പോൾ ഭയങ്കര ചൂട് സമയമല്ല. അപ്പോൾ നമുക്ക് മുടിക്ക് പറ്റിയിട്ടുള്ളൊരു പാക്ക് കാണിച്ചു തരാം കേട്ടോ. അതെ, കറ്റാർവാഴയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല തണുപ്പിന് മാത്രമല്ല, നല്ല ഷൈനി, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാട്ടോ. പിന്നെ മുടി കൊഴിച്ചിലുള്ളവർക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒട്ടുമിക്ക വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണതാണ്, പറമ്പിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് തുടങ്ങി നമുക്ക് എത്ര ഏജ് ആയവർക്കും യൂസ് ചെയ്യാൻ പറ്റണതാണ്. ഫേസിലാണെങ്കിലും എന്താ പറയുക, തലയിലാണെങ്കിലും ഒക്കെ നല്ലതാട്ടോ കറ്റാർവാഴ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പീസ്, അപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുക്കണം കേട്ടോ. ഞാൻ തല കുളിക്കുന്ന ദിവസമാണ്, അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വന്നു കേട്ടോ, ഇത്രയും മതി. എനിക്കിപ്പോൾ എൻ്റെ മുടി അത്രയ്ക്കേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മതി. ഇപ്പോൾ ഇത് മുറിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു യെല്ലോ കളറിലൊരു സംഭവം വരും, ഒരു കറ മാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണണമെന്ന് അറിയില്ല കേട്ടോ, നല്ല വെയിലാണ്, അത് കാരണം നല്ല ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇതാ, അപ്പോൾ ഈ ഒരു കറ ഉണ്ടല്ലോ, ഈ കറ കുറച്ച് നേരം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കറ ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോവും. അപ്പോൾ നമുക്ക് നന്നായി കഴുകിയെടുക്കാം. ഈ കറ ചിലർക്ക് നമ്മൾ നെറ്റിയുടെ അവിടെയൊക്കെ ആവുമല്ലോ പാക്ക് ഇടുമ്പോൾ, അപ്പോൾ നമുക്ക് ചൊറിച്ചലുണ്ടാക്കും. ചിലരുടെ സ്കിന്നിന് അലർജി, ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവും. അപ്പോൾ അതേ കണ്ടോ കറ വരണുണ്ടോ ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതിൻ്റെ പഴുപ്പെടുക്കാം. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടി എടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താട്ടോ, അതായത് ഉമ്മർത്ത് ചെടിച്ചട്ടികളിൽ ചെടികൾ പൂക്കളേക്കാളും ചെടികളേക്കാളും കൂടുതലുള്ളത് ഈ സംഭവം എന്താ പറയുക, നമ്മുടെ കീഴാർനെല്ലിയാണ്. ഇത് മുടി കൊഴിച്ചിന് ഭയങ്കര യൂസ്ഫുള്ളാണ്, മുടി വളരാൻ. ഞാൻ ഓൾറെഡി 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിത് ഇത്രയും പിടുത്തം, ഒരു കൈക്ക് കൊള്ളാവുന്ന പിടുത്തം. അപ്പോൾ നമുക്ക് മുടി കൂടുതലുള്ളവരാണ്, അല്ലെങ്കിൽ 2-3 പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും പിടുത്തം നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പറിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക, അതിൻ്റെ വേരടക്കം എടുക്കണം കേട്ടോ. നമുക്കിതൊരു താളിയായിട്ടും പാക്കായിട്ടൊക്കെ വറുത്തണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി കഴുകിയെടുത്തു. അപ്പം ഞാൻ ഈ പരിപാടി ചെറിയൊരു പഴുപ്പിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ രണ്ടും കൂടി നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ എടുക്കാം. ഇത്രയ്ക്ക് നമ്മുടെ ആ ഒരു മിക്സും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസ്ഥികൂട മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് തലയിൽ തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉലുവ പൗഡർ എന്തെങ്കിലും പാക്കുകളിൽ മിക്സ് ചെയ്തിട്ട് തേക്കാം. ചെയ്യണം നിലാസെപ്സിൻ്റെ ഷാമ്പൂ ആണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വന്നിട്ട് അവക്കാഡോ അതുപോലെ തന്നെ ഹിബിസ്കസിൻ്റെ ഷാമ്പൂ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തലയിൽ ജസ്റ്റ് താളി മാതിരി. അപ്പോൾ എൻ്റെ ഒരു ഓയിലി ആയതുകൊണ്ട് തന്നെ എണ്ണമയം എപ്പോഴും വരും, 2 ദിവസം കൂടുമ്പോൾ തല കഴുകിയില്ലെങ്കിൽ.